ഈ കലാരാജുവിൻ്റെ കാര്യമൊക്കെ ഇന്നലെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞല്ലോ. നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, എന്തുകൊണ്ടാണ് ഇവർക്കെതിരായിട്ട് നമ്മളൊന്നും പറയാത്തത്? അവർ ഈ കോവിഡ് കാലത്ത് അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയതാണ്. അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയതിന് ശേഷം സ്വാഭാവികമായിട്ടും അവർക്ക് വല്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളത് ഞങ്ങൾക്ക് പാർട്ടിക്ക് അറിയാം. അപ്പോൾ അങ്ങനെ അതിനുണ്ടായതിനെ സംബന്ധിച്ചുള്ള ആ കാര്യം നമുക്ക് ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമല്ല. വളരെ ഒരു വീട്ടമ്മയായിട്ടുള്ള ഒരു സ്ത്രീക്ക് 2 കുട്ടികൾ താമസിക്കുന്ന ഒരാൾക്ക് അവർക്ക് സഹിക്കാവുന്നതിലേറെയുള്ള സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ അടുത്ത് പറഞ്ഞൊരു ചോദ്യമുണ്ട് അവരുടെ പരാതിയെക്കുറിച്ച്. അവരുടെ പരാതി നമുക്ക് ലഭിച്ചു. ആ പരാതി ലഭിച്ചാൽ നമ്മുടെ ഒരു രീതി എന്ന് വെച്ചാൽ, ഇപ്പോൾ ജില്ലാ കമ്മിറ്റി പരാതി ലഭിച്ചാൽ എത്രയും അടിയന്തരമായിട്ട് നമ്മളത് ആ ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്യും. അപ്പോൾ ആ ഏരിയ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു. 2 പ്രശ്നമാണ് അതിൽ പറഞ്ഞേക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ അവരുടെ അവരുടെ വീട് സംബന്ധിച്ചാൽ, ഈ ലോൺ സംബന്ധിച്ചാൽ, അതായത് നമ്മുടെ കൂത്താട്ടുകുളം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോണിൻ്റെ റിസ്ക് ഫണ്ട് അനുവദിക്കുന്നത് സംബന്ധിച്ചും ഈ ലോൺ എഴുതി തള്ളുന്നത് സംബന്ധിച്ചുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലെടുക്കുന്ന ലോൺ എന്ന് വെച്ചാൽ 10-20 ലക്ഷം രൂപ ലോൺ എടുത്തതിന് ശേഷം 50 ലക്ഷം 60 ലക്ഷം 70 ലക്ഷം 90 ലക്ഷം ഒക്കെ ആയതിനു ശേഷം ആയി കഴിയുമ്പോഴത്തേക്കും ഈ ലോൺ എടുത്ത ആൾക്കാർ അവരൊന്നിച്ച് പറയും, ഞാൻ 10 ലക്ഷം എടുത്തത്, അതുകൊണ്ട് ആ 10 ലക്ഷം രൂപ ഞാൻ അടച്ചേക്കാം, ബാക്കിയുള്ളത് നിങ്ങൾ എഴുതി തള്ളാൻ പറയും. അല്ലെങ്കിൽ 20 ലക്ഷം എടുത്ത് ഇപ്പോൾ വന്നിരുന്നത് 1 കോടിയാണ്. എനിക്കൊരു കേസ് നേരിട്ടറിയാമെന്ന് നിങ്ങളോട് പറയാം. ഒരാൾ 5.5 കോടി രൂപ ലോൺ എടുത്തു, അദ്ദേഹം 7.5 കോടി രൂപ അടച്ചു. അദ്ദേഹത്തിൻ്റെ ബാലൻസ് എത്രയാണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ബാലൻസ് ഇനി എത്ര 9 കോടി പറ്റിയ. അങ്ങനെയാണ് ബാങ്കിൻ്റെത്. ഈ ബാങ്കിൻ്റെ ഇപ്പോൾ ഒരു കൂത്താട്ടുകുളം സർവീസ് സഹകരണ ബാങ്കാണെങ്കിൽ ഇങ്ങനെ ഇവരിന്ന് കിട്ടാനുള്ള പലിശ അടക്കം വെച്ചതിന് ശേഷം അതൊക്കെ എന്തോ ലാഭമോ അങ്ങനെയൊക്കെയുള്ള കണക്ക് കൂട്ടിയതിന് ശേഷം ഡിവിഡൻഡ് കൊടുക്കും ആൾക്കാർക്ക്. അങ്ങനെ കൊടുത്തേക്കണ കാശ് എഴുതി തരണമെങ്കിൽ അതിനാവശ്യമായ പ്രൊസീജിയറുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമം പാലിക്കണം. ഞാൻ എൻ്റെ ഉദാഹരണം നിങ്ങളോട് പറയാം. എൻ്റെ മകൾ MBA പഠിക്കാൻ വേണ്ടി ലോൺ എടുത്തു ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന്. ആ ലോൺ എടുത്തതിന് ശേഷം ആ കുട്ടിയുടെ പഠനം കഴിഞ്ഞതിന് ശേഷം പൈസ അടച്ചുകൊണ്ടിരുന്നു. 2,87,000 രൂപ, ഇത് പരസ്യപ്പെടുത്തുന്നില്ല കേട്ടോ, 2,87,000 രൂപ അടച്ചു. അപ്പോൾ 4 ലക്ഷത്തിന് ബാലൻസ് തരേണ്ട 1,13, ബാലൻസ് എത്രയുണ്ട്? 5-15 ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് ബാങ്കിലെ ജീവനക്കാരായിട്ടുള്ള നമ്മുടെ പരിചയക്കാർ പറഞ്ഞു, സഹാബേ അത് അടിയന്തരമായി തീർത്തില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ വരും, സിബിൽ സ്കോർ പോകുന്ന മാത്രമല്ല ബ്ലാക്ക് ലിസ്റ്റ് വരും. ബ്ലാക്ക് ലിസ്റ്റ് വന്നാൽ ഇനി ഈ കുട്ടിക്ക് ഒരു ലോൺ കിട്ടില്ലെന്ന് മാത്രമല്ല, ഗ്യാരണ്ടറായി എനിക്ക് പിന്നെ ലോൺ വേണ്ടാന്ന് വയ്ക്കാം, കാരണം നമുക്കതിൻ്റെ പ്രായം കഴിഞ്ഞതിൻ്റെ പേരിൽ മാത്രമല്ല, ഈ കുട്ടിക്ക് ഒരു ബാങ്കിലേക്കും ഒരു സ്ഥാപനത്തിലേക്കും ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ പോലും പറ്റില്ല, അങ്ങനെ ബ്ലാക്ക് ലിസ്റ്റഡ് ആവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? പണയം വെച്ചും കടം മേടിച്ചും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഈ പൈസ അടച്ച് തീർത്തു. ഇതാണ് ബാങ്കിൻ്റെ നാഷണൽ ബാങ്ക്. ഒറ്റ നയാ പൈസ കുറച്ചില്ല, 100 രൂപ കുറച്ച് തന്നില്ല. പക്ഷേ സഹകരണ ബാങ്ക് അങ്ങനെയില്ല. സഹകരണ ബാങ്ക് 20-15 ലക്ഷം കുറച്ചു. ഇവർക്കും കുറച്ചായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇനി അതിൽ കൂടുതൽ കുറയ്ക്കണമെങ്കിൽ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ടും മറ്റും ഉള്ള ഒത്തിരി പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയം നമ്മൾ അവരുടെ അപേക്ഷ പരിഗണിച്ച് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ഭൂമി വിൽപ്പനയെ ബന്ധപ്പെട്ട എന്തൊരു കാര്യമാണ്. ഭൂമി വിറ്റേക്കണത് ചെറിയ വിലയ്ക്കാണെന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ഈ ഭൂമി വാങ്ങിച്ച ആളാരാന്ന് അതും എനിക്കറിയില്ല കേട്ടോ, നമുക്കറിയില്ലാത്ത കാര്യമാണ്. ഒന്ന് ചോദിച്ചു നോക്കുക. ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഈ വാങ്ങിച്ച ആൾ പെട്ടെന്നാണ്, അതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞത് ആക്ഷേപം ഉന്നയിക്കുന്നില്ല. ഇപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു, അതിൻ്റെ പേരിൽ ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നില്ല. ആരെങ്കിലും മാധ്യമപ്രവർത്തകർ തന്നെ പോയി, വളരെ ട്രാൻസ്പെറൻ്റ് ആണല്ലോ, അവിടെ പോയി ഈ ഭൂമി വിൽപ്പന സംബന്ധിച്ചുള്ള വസ്തുത എന്താണ് എന്നൊന്ന് അന്വേഷിച്ചാൽ, നിങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അനുകൂലം പറയണമെന്നല്ല പറഞ്ഞത്, വിവരം മനസ്സിലാക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൻ്റെ അകത്താണ്, അതെല്ലാം വെച്ചിട്ടാണ് നിങ്ങൾ ഇന്നലെ ഇപ്പോൾ ഈ TV-യിൽ വന്നൊരു ചിത്രം കണ്ടിട്ടുണ്ടോ? പാർട്ടി ഓഫീസിൽ ഇരിക്കണേ. നമ്മളോട് അവിടെ നിന്ന് ഇങ്ങനെ സംഭവം ഉണ്ടാക്കി ഇവർ ആഫീസിൽ വന്നു പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു ഒറ്റ കാര്യമുള്ളൂ, ഇവരെ അവരുടെ വീട്ടിലാക്കണം, ഒരു നിമിഷം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പം അവരിയ്ക്കണേ അവിടുത്തെ കൗൺസിലർമാരും അവരുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന മഹിളാ പ്രവർത്തകരുടെയും കൂടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആളെ എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ബന്ധപ്പെടുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കണം. അപ്പം നമ്മൾ ഈ ജില്ലാ സമ്മേളന തിരക്കിലായിരുന്നു. നിങ്ങൾ പറയേണ്ട കാര്യത്തിലേ ഉള്ളൂ, നിങ്ങൾ അടിയന്തരമായിട്ട് ഇവരെ ഒന്നുകിൽ പോലീസ് വന്ന് അവരുടെ അഭിപ്രായം ചോദിക്കണം, അല്ലെങ്കിൽ ആ കുട്ടികളുണ്ട്, മകനും മകളും ഉണ്ട്, അവർ വന്നിട്ട് ഇവരെ കണ്ട് ചോദിക്കണം. നിങ്ങൾ എന്തെന്ന് ആലോചിക്കുക. അമ്മയെ പിടിച്ചു വെച്ചാൽ മക്കളുണ്ടെങ്കിൽ അവർ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയാണ് വേണ്ടത്. മക്കളുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് ചെല്ലൂല്ലേ. എൻ്റെ അമ്മ ഇപ്പോൾ ഇങ്ങനെ വിധവയായിട്ടുള്ള അമ്മയാണ്, അമ്മയെ പാർട്ടി ഓഫീസിൽ പിടിച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞിരിക്കട്ടെ, പറഞ്ഞാൽ അവർ അപ്പോൾ ഓടി വരില്ലേ. ആ കുട്ടികൾ വന്ന് അമ്മയെ കാണട്ടെ എന്ന് പറഞ്ഞു, എന്ന് രതീഷ് വിളിച്ച് പോലീസ് സ്റ്റേഷൻ പറഞ്ഞു.
അപ്പോൾ ആ കുട്ടികളെ കാണാനില്ല. ഈ അമ്മയെ കാണാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, എല്ലാ പോലീസും പാർട്ടി ഓഫീസിൽ കേട്ട് കാര്യമില്ല, 2 പോലീസുകാർ ചെല്ലാൻ പറഞ്ഞു, അവർ ചെന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, രതീഷൊക്കെ കൂടി ഇവരെ നേരെ വീട്ടിൽ കൊണ്ടുവന്നാക്കി 4:35. ആ വീട്ടിൽ നടന്നു പോണതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, ആ വീട്ടിൽ അവർ ഇരിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, ആ വീട്ടിൽ നിന്ന് അവർ ഇറങ്ങി നടന്ന് തിരിച്ചു പോകുന്ന വീഡിയോ ഉണ്ടല്ലോ. അന്നേരം ഒന്നും ഇല്ലാത്ത പ്രശ്നമാണ്. അവർ 4:35 അവിടെ നിന്ന് പോയ സ്ത്രീ 8:35 ആശുപത്രി ചെല്ലുന്നത്. ആ ബാക്കി സമയം എവിടെയായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ തന്നെയാണോ ഫുൾ ടൈം? അതുകൊണ്ടാണ് നമ്മൾ അവർക്കെതിരായിട്ട് പറയാത്തത്. അവരിപ്പോൾ പറഞ്ഞേക്കണത് ഞാൻ ഇനി മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തില്ല, ഇല്ലെങ്കിൽ വേണ്ട, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ആരെയും പിടിച്ച് ബലമായിട്ട് അത്ര പ്രശ്നം ഒതുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ വീട്ടിലാണ് കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ അതിൽ നമുക്കൊന്നും പറയണ്ടേ? അല്ല, അടിസ്ഥാനം ഇല്ലെന്നുള്ളത് ബാക്കി അന്വേഷിച്ചോട്ടെ. അല്ല, അവിടെ പറയാലോ. സണ്ണി കുര്യാക്കോസിൻ്റെ ഒരു ബാങ്ക് പ്രസിഡന്റിന് അല്ലെങ്കിൽ ഒരു ബാങ്കിന് മറ്റേ പൈസ കുറച്ച് കൊടുക്കുന്നത് സംബന്ധിച്ച് രജിസ്ട്രാറുടെ ഉത്തരവുണ്ട്. ആ രജിസ്ട്രാറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ 5 ലക്ഷം രൂപ വരെ ഇത്ര കുറയ്ക്കാം, 15 ലക്ഷം രൂപ ഇത്ര കുറയ്ക്കാം, 25 ലക്ഷം രൂപ ഇത്ര കുറയ്ക്കാം. പിന്നെ കുറയ്ക്കണമെങ്കിൽ സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റി മുമ്പാകെ കൊടുത്താൽ കുറയ്ക്കാം. അതിന് മറ്റ് അംഗീകാരങ്ങളൊക്കെ വേണ്ടി വരും. അത് നേരെ ഓടിച്ചെന്നാൽ കിട്ടില്ല. 1 വർഷമായിട്ട് പെൻഡിങ്ങുള്ള കേസുകളുണ്ട്. നമ്മളിപ്പോൾ ഓടിച്ചെന്ന് വെച്ചാൽ എൻ്റെ കാശിൽ നിന്ന് വെട്ടിക്കുറച്ച് ഈ കാശം അടച്ചേക്കാം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അവർക്ക് രജിസ്ട്രാർ, സംസ്ഥാന സഹകരണ രജിസ്ട്രാർ വെച്ചിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ബാങ്കുകൾക്ക്. അല്ലാണ്ട് ബാങ്കുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ വേറെ കേസ് വരും ബാങ്കുകാരുടെ പേരിൽ. അതാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു ബാങ്കിൻ്റെ അടുത്ത് പറഞ്ഞാൽ നോട്ടീസ് വരാൻ പോവുക. എന്താ അറിയാമോ? ഈ കാശ് പോയ സംബന്ധിച്ച് ആവശ്യത്തിന് ഈടില്ലാത്തതിൻ്റെ പേരിൽ അവരെ സർചാർജ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ വരും. എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്? എത്ര ബാങ്കുകൾക്ക് വന്നു കഴിഞ്ഞു? ഈ ബാങ്കുകളുടെ പേരിൽ അവിടെ കൃത്യമായ ഈ ആവശ്യമായ ഈടില്ലാതെ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികളെല്ലാം ഒരിക്കലും അനുവദിച്ചു കൂടാ എന്ന് നിർബന്ധമുള്ള ആൾക്കാരാണ് നമ്മൾ, പാർട്ടിക്കാർ. ജനങ്ങളുടെ കാശാണിത്. അതുകൊണ്ട്